ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് ഒരു അടിപൊളി യാത്ര പോവാണ്. ഞങ്ങൾ ബോച്ചെ ഐലൻഡ് കുമ്പളങ്കിയിലേക്ക് ഒരു യാത്രയാണ്. ഇത് മിസ്റ്റർ ഫിനോഷ് ഓൾ ഇന്ത്യ യാത്രയിലെ സാരഥി. ആൻഡോ പകുതി വഴിയിൽ ഓടിപ്പോയ ആള്. ഇത് നമ്മുടെ ലിജോ, പിന്നെ നമ്മുടെ ഫുൾ ടീമുണ്ട്, രണ്ടാൾ കൂടിയുണ്ട്. രണ്ടുപേരാണ് പുലികളാണ്. ഇത് സിൻഡോ, ഇത് നമ്മുടെ സാനിക. ചാലക്കുടി മേൽപ്പാലത്തിലേക്ക് കയറാണ്. ഒരു നല്ലൊരു അടിപൊളി ചായ കുടിച്ച് ശരണഭവന്. ഇത് നല്ല ക്ലൈമറ്റ് ആട്ടോ. റെഡ് അലർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നല്ല അടിപൊളി വെയിലാണ്. മഴയൊന്നും കാണാനില്ല. ഇനിയിപ്പോൾ അവിടേക്ക് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഞാൻ അവിടെ എത്തും. തൃശ്ശൂർ റെഡ് അലർട്ട് ഇല്ല. എറണാകുളം, കോട്ടയാണ് റെഡ് അലർട്ട് ഇന്ന്. പക്ഷേ വലിയ കാര്യമായിട്ട് മഴ കാണാനില്ല. നല്ല വെയിലാണ്. രാത്രിക്ക് മഴ ഉണ്ടോയെന്ന് അറിയില്ല. ആലുവ മംഗലപ്പുഴ പാലം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആലുവ പാലം കിടക്കണു. മഴ ഒട്ടുമേ ഇല്ല. അത്യാവശ്യം നല്ല വെയിൽ. പുഴയിൽ വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം. നമ്മൾ ലെഫ്റ്റ് ആലപ്പുഴ റൂട്ട്, നമ്മൾ വൈറ്റില ആലപ്പുഴ, അവിടെ നിന്നാണ് നമ്മൾ തിരിച്ച് കുമ്പളങ്ങിൽ പോണത്. നമ്മളവിടേക്ക് പോകണം. ഇന്ന് അത്ര വലിയ തിരക്ക് കാണാനില്ല. ചെറിയ ഒരു ട്രാഫിക് കാണാനുള്ളൂ. നമുക്ക് ഫ്രീ ലെഫ്റ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് കയറി പോവാം. റെഡ് അലർട്ടുള്ള എറണാകുളത്ത് ഇന്ന് നല്ല വെയിൽ, നല്ല ക്ലൈമറ്റ്. ഫുഡടിക്കാൻ ഞങ്ങൾ സ്ഥലത്തപ്പി. സമയം 1 മണിയായി. വിശപ്പ് കാര്യമായിട്ടില്ല. എന്നാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാണ്. 2 മണിക്കാണ് ചെക്കിങ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പള്ളുരുത്തിയിലെത്തിയിട്ടുണ്ട്. പള്ളുരുത്തിയിൽ
ഹോട്ടലുകൾ, കുഴിമന്തി കടകളാണ് കൂടുതൽ. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു കടയിൽ കയറാമെന്ന് വെച്ചിട്ടാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. കോപ്പുംപടി വരെ എത്തി. ഭക്ഷണം അന്വേഷിച്ച് അതാ ഒരു വെജ് നോൺ വെജ് ഒരു കടയുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് കാണാനില്ല ഇവിടെ. എവിടെ ഇരിക്കണ്ട? ഇവിടെ ഒരു ഹോട്ടല്, ഗംഭീര ഹോട്ടലുണ്ടല്ലോ. ഒരു ഫോട്ടോ പേരുന്നാട് പറയുമ്പോ പറഞ്ഞേ ഒരു സ്പെഷ്യൽ കബാബാണോ എന്നാണ് കേട്ടോ. സ്പെഷ്യൽ കബാബ്, ഫാമിലി കബാബ്, ഗംഭീര പേരത്. മയോണൈസ് ഉണ്ട്, എന്തൊരു ചമ്മന്തി ഉണ്ട്, സാലഡ് ഉണ്ട്, തൂങ്ങിക്കിടക്കുന്ന കബാബ്. മനോജിന് അഭിപ്രായം പറഞ്ഞ ഫുഡിന്റെ ഹലോ ഫുഡ് മനോജ് ഫുഡ് അതിനുണ്ടോ? മനോജ് ഫുഡ് അതിനുണ്ട്? ഫുഡ് അതിനുണ്ട്? അല്ല പിന്നെ ഒരു ഫിഷ് ഗ്രിൽ മന്തി കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ ഫിഷാണ്. റൈസ് ഇഷ്ടം പോലെ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഫുഡുണ്ട്. ഒരു 6 പേർക്ക് സമൃദ്ധിയായിട്ട് കഴിക്കാൻ പറ്റി. അത്യാവശ്യം ഫിഷും ഉണ്ട്, റൈസും ഉണ്ട്. വെറും 1000 രൂപ മാത്രം. ഇപ്പൊ സമയം ഏതാണ്ട് 2:15 ഇപ്പൊ സമയം. ഉച്ചയ്ക്ക് ശേഷം മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റെഡ് അലർട്ട് ഏതാണ്ട് ശരിയാണെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് തിരിഞ്ഞ് മഴയാണ്. ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിച്ചു. നല്ല ഗംഭീരമായൊരു സോൾട്ട് റെസ്റ്റോറൻറ്റ്, അവിടെ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ 2:15. ഞങ്ങളുടെ ചെക്കിംഗ് ടൈം 2 മണിയാണ് പറയുന്നത്. ഇനി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് എത്തും. അങ്ങനെ അവസാനം കുമ്പളങ്ങി ഐലൻഡിലേക്ക് എത്തി. 2 സൈഡും വെള്ളമാണ്. 2 സൈഡും വെള്ളമാണ്. 2 സൈഡിലും വെള്ളക്കെട്ടുകളാണ്. നല്ല മഴ പെയ്ത് ഗംഭീരമായൊരു ആംബിയൻസാണ് ഇപ്പോൾ ഉള്ളത്. ഗംഭീരമായൊരു കാഴ്ചയാണ്. 2 സൈഡും വെള്ളം കയറി. ഇതാ നമ്മൾ ബോച്ചെ ഫ്ലോട്ടിംഗ് ഐലൻഡിലേക്ക് നമ്മൾ തിരിയാണ്. ചെറിയ ഓഫ് റോഡാണ് തിരിയണ വഴി. ചെറിയൊരു ഓഫ് റോഡാണ്. നമ്മളതാ പോയിക്കൊണ്ടിരിക്കണു. 2 സൈഡിലും വെള്ളക്കെട്ടുകൾ, കായലുകൾ. ബോട്ടിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അതാ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഫ്ലോട്ടിംഗ് ഐലൻഡ്. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് ഐലൻഡിലേക്ക്, റിസോർട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു.
അങ്ങനെ ഞങ്ങൾ കുമ്പളങ്ങിയിലെത്തി. മനോജ് ഫുൾ വൈബ്. ലിജോ എവിടെയാ? ലിജോനെ കാണാനില്ല. ലിജോ ഫുൾ വൈബ്. എല്ലാവരും ഫുൾ വൈബാണ്. പറമ്പൻ ഫുൾ വൈബാണ്. പറമ്പൻ അവിടെ കുട ചൂണ്ടി പോകുന്നുണ്ട്. അവൻ പെട്ടെന്ന് പോകണമെന്ന് വെച്ചിട്ടാണ് അവൻ പോകുന്നത്. ഞങ്ങൾ പയ്യെ പോണത്. മഴ പെയ്ത് നല്ല രസകരമായൊരു അന്തരീക്ഷമാണ് കേട്ടോ. നല്ല രസകരമായിട്ട് ഫുള്ള് ഈ ലോണിലൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. നമുക്ക് ചാടി പറയാനുള്ള സ്ഥലങ്ങളാണ്. വെള്ളമാണ് മൊത്തം, കംപ്ലീറ്റ് വെള്ളത്തിലാണ്. അതാ നമ്മൾ റിസപ്ഷൻ പോയിന്റിലേക്ക് എത്തുന്നു. ഗംഭീരമായൊരു ബെഡ്റൂമാണ്. വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇവിടെ ബാത്റൂം സൗകര്യമുണ്ട്. നല്ല നീറ്റായിട്ട് വെൽ ആൻഡ് ക്ലീനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഷവർ, ഇവിടെ ടോയ്ലറ്റ്. പഴയണക്കാല തൃശ്ശൂര് പോവാ. ബോച്ച റിസോർട്ടിലാണ്. ഫ്ലോട്ടിംഗ് റിസോർട്ട് 10 ഉണ്ട് ഇവിടെ. 10 5 കോട്ടേജുകളാണ്. 5 കോട്ടേജിൽ ഓരോ കോട്ടേജിൽ 2 വെച്ച്, അങ്ങനെ 10 രസകരമായൊരു സ്ഥലമാണ്. ചുറ്റും വെള്ളമാണ്. നല്ല അടിപൊളി പൂളുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ.
ഇൻഫിനിറ്റി പൂള്. ഒല്ലുവിന്റെ പെർഫോമൻസ്. ഒല്ലു എടുത്തോ. എത്തിയില്ലേ? പെരുമഴയായിരുന്നു. പെരുമഴയൊക്കെ ഒതുങ്ങി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. വൈകിട്ട് ഒരു ബുഫേയാണ്. ഒരു 500 റുപ്പീസാണ് ബുഫേ. 2 നോൺ വെജ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ക്യാബിനുകൾ, കോട്ടേജുകൾ ഇങ്ങനെയാണ്. ചുറ്റും വെള്ളമാണ് കേട്ടോ. ബെഡ്റൂമൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണ്. രാത്രി ചുറ്റും ലൈറ്റ്. അങ്ങനെ ഇതെന്ത് ഫിഷ് കറിയാണോ? നല്ല ഫിഷ് കറിയാണ്. ചിക്കൻ കറി ഉണ്ടോടാ. കാന്താരി ചിക്കൻ. ഗ്രീൻ ഗഡിന് സാലഡ്, റൈത്ത, പാൽക്കപ്പ. സൂപ്പറല്ല ഫിഷ് കറി. വെജ് പുലാവുണ്ട്. ഗാർലിക് ഗോബി. പനീർ ബട്ടർ മസാല. ബെസ്റ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. ബോച്ചെ ഫ്ലോട്ടിംഗ് ഐലൻഡ് റിസോർട്ടിൽ ഞങ്ങൾ ഒരു ദിവസം താമസിച്ചു. ഇതാ നേരം വെളുത്തു, എഴുന്നേറ്റു. സമയം 9 മണി. ബ്രേക്ക്ഫാസ്റ്റിന് ഓടി പോവാണ്. ഇന്നലെ രാത്രി കുറേ ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് ഇത്തിരി ക്ഷീണമുണ്ട്. അപ്പോൾ ഫ്രഷായി എല്ലാവരും. ഇനി ഞങ്ങൾ പോയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞ് വെള്ളത്തിലുള്ള കയാക്കിങ്, അതുപോലെ ബോട്ടിങ് ഇതൊക്കെ പരിപാടികളുണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടെ ഇന്നലത്തെ. അപ്പോൾ അവിടെയൊക്കെ ചാടി പറഞ്ഞ് കുളിക്കണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അത്യാവശ്യം നല്ല കാറ്റുണ്ട്, ചെറിയ പൊടിമഴയുണ്ട്. ഞങ്ങളുടെ യാത്ര ബ്രേക്ക്ഫാസ്റ്റ് ലക്ഷ്യം വെച്ചിട്ടാണ്. ഇവിടെ ലേക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചാടി പറഞ്ഞ് കുളിക്കാം. ഫാമിലികളൊക്കെ ഇവിടെ വന്ന് ഇവിടെ കുളിക്കുന്നുണ്ട്. ഇവിടെ ഫിഷിംഗ് പോയിന്റ്, മീൻ പിടിക്കാം. എവിടെയുണ്ട് മീൻ പിടിക്കുന്ന സ്ഥലം? നിറയെ മീനാ, അബ്ലറ്റ് ഫിഷാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഗുഡ് മോർണിംഗ്. എല്ലാം കൂടി വെച്ചിട്ട് ഇവിടെ നാടൻ പുട്ട്, എഗ്ഗ് കറി. പുട്ട് എഗ്ഗ് കറിയും നല്ല കോമ്പിനേഷനാണ്. പൂരിയുണ്ട്. പൂരി ഒക്കെ സൗത്ത് ഇന്ത്യൻ ഫുഡാണ്. ആലു ബജി, റാവ ഉപ്പുമ, ഗ്രീൻ ബീൻസ് കറി, കടലക്കറി. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. കിറ്റിക. സോഫ്റ്റ് അല്ലേ?
ഹായ് ഗായ്സ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല അടിപൊളി കയാക്കിംഗ്. ഒല്ലുതേ കയാക്കിംഗ് നടത്തുന്നുണ്ട്. ആൻഡോ ഇങ്ങോട്ട് നോക്ക്. കയാക്കിംഗ് തുടയാണ്. ഹലോ, ഞങ്ങള് ട്രിപ്പൊക്കെ അവസാനിച്ച് തിരിച്ചു പോവാണ് കുമ്പളങ്ങി ഐലൻഡ് റിസോർട്ടിൽ നിന്ന്. എല്ലാവരും ഇങ്ങോട്ട് നോക്കാം. ഇപ്പോൾ സമയം ഏതാണ്ട് 12:30 ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി നേരെ തൃശ്ശൂരിലേക്ക് പോവാണ്. മഴയൊന്നും ഇല്ല ഇന്ന്. രാവിലെ കുറച്ച് മഴ പെയ്തെങ്കിലും ഇപ്പൊ മഴയൊന്നും ഇല്ല. നേരെ ആലുവയ്ക്ക് എത്തുമ്പോൾ ഭക്ഷണം കഴിക്കാന്നാണ് പരിപാടി. തൃശ്ശൂരിൽ 4 മണിക്ക് ആകുമ്പോൾ എത്തും. റിസോർട്ട് ബുക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം. കാരണം കുറച്ച് കോട്ടേജുകളുള്ളൂ. അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 7,500 മുതൽ ഒരു കോട്ടേജ് അവൈലബിൾ ആണ്. എക്സ്ട്രാ ആളുകളുണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡിനുള്ള പൈസ 1,500 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അടുത്ത വർഷം അവർ മെയിൻ്റനൻസും കൂടുതൽ കോട്ടേജുകളൊക്കെ ചെയ്യാനുള്ള പരിപാടി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും രസകരമായ ഒരു അനുഭവമാണ്. ആലുവ മംഗലപ്പുഴ പാലത്തിനടുത്തുള്ള മീൻചട്ടി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. മീൻ വിഭവങ്ങളാണ് ഇവിടെ കൂടുതൽ. എല്ലാ തരത്തിലുള്ള മീൻ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. ഞങ്ങളിവിടെ ലഞ്ച് കഴിക്കാൻ കയറി. എല്ലാ സ്പെഷ്യൽ ഐറ്റംസും ഇതേത് ഐറ്റം ആണല്ലേ? മീൻ ചട്ടി റൈസാണ് കേട്ടോ. കളാഞ്ചി, ആറ് പേര് സെറ്റ്. സ്ക്വിഡ് 2 ചെമ്മീൻ 2. തൊട്ടിയിൽ എന്തോ കറി കൊണ്ടുണ്ട്. മീൻചാറ്, സാമ്പാർ. ഇന്ന് മോനെ നമ്മുടെ കളാഞ്ചി ഫ്രൈ. കളാഞ്ചി അത്യാവശ്യം നല്ല വലിപ്പുണ്ട്. 1,600 രൂപ. ഏതാണ്ട് ഒരു 1 കിലോൻ്റെ വെയിറ്റ് ഉണ്ടാവും. 1 കിലോ അല്ലേ? അങ്ങനെ 2 ദിവസത്തെ ഗ്യാതറിങ്ങിന് ശേഷം വീണ്ടും തൃശ്ശൂരിലേക്ക്.